പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം 7-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിപ്രാധാന്യമുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. യുദ്ധത്തിൽ വിജയിക്കാൻ പോകുന്നത് ആരായിരിക്കും? കരുത്തുകൊണ്ടും ആയുധബലം കൊണ്ടും അമേരിക്ക ഇറാനെ അടിച്ചു വീഴ്ത്തുമെന്ന് കരുതുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ഫലം മറിച്ചാകുമെന്ന് പറഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കും? എന്നാൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഇറാന് മുന്നിൽ അമേരിക്ക അടിയറവ് പറയേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത് എന്റെ നിരീക്ഷണമല്ല, പല വിദേശ മാധ്യമങ്ങളിലും വന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. ഇറാൻ ഉയർത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഇറാൻ യുദ്ധം പ്രത്യേകിച്ച് ഒരു വിജയില്ലാതെ പര്യവസാനിക്കും. ആ തലത്തിലേക്ക് സമ്മർദ്ദതന്ത്രം എത്തിക്കുന്നതിനാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് പാതി അടച്ചും ഗൾഫ് മേഖലയിൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടും യുദ്ധത്തിൽ സ്ട്രാറ്റജിക്കൽ അറ്റാക്ക് നടപ്പാക്കുന്നത്. അമേരിക്കയോട് ഇനി ചർച്ചയില്ല എന്നും വരുന്നത് അനുഭവിച്ചോളൂ എന്നും ഇറാൻ പറയുന്നത് ഈ സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമാണ് എന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം ചേർത്തു വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇറാൻ യുദ്ധം US തോൽക്കുമെന്നും അത് ലോകക്രമത്തെ തച്ചുടച്ച് വാർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്നുമുള്ള ചൈനീസ് ചരിത്രകാരനും തത്വചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ പ്രൊഫസർ ചിയാങ് ഷൂക്കിന്റെ പ്രവചനം. മാത്രമല്ല, ഇസ്രായേലും അമേരിക്കയും ഗാസയിൽ എത്ര കാലമായി യുദ്ധം ചെയ്യുന്നു? ഇതുവരെ ട്രംപിന്റെ പദ്ധതി അവിടെ നടന്നോ? ഇല്ല. അതേ അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് ഇപ്പോൾ ഇറാനെ കീഴടക്കാൻ വന്നിരിക്കുന്നത്. ഗാസയേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ആകാശ യുദ്ധത്തിൽ വലിയ തിരിച്ചടി ഇറാൻ ഉണ്ടാക്കാം. അതിനപ്പുറം ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കണമെങ്കിൽ കരയുദ്ധത്തിന് വരണം. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്ക വിചാരിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടും. ആണവായുധം ഇല്ല എന്ന് ഇറാൻ പറയുന്നുണ്ട് എങ്കിലും ഇസ്രായേലും അമേരിക്കയും കരുതുന്നത് ഇറാനിൽ ആണവായുധം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ്. ഇവ നശിപ്പിക്കാൻ ആണവായുധ കേന്ദ്രങ്ങളിൽ കയറി വലിയൊരു ആക്രമണം നടത്താൻ ഇസ്രായേൽ ധൈര്യപ്പെടില്ല. കാരണം ആണവ വികിരണം ഉണ്ടായാലുള്ള ഭവിഷ്യത്ത് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു രാജ്യത്ത് കയറി ഇറാനെ തോൽപ്പിക്കാനാകില്ല എന്നാണ് വിദഗ്ധർ പറഞ്ഞു വെക്കുന്നത്. ഇത് ഇപ്പോഴത്തെ സംഭവങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ മാത്രമാണ്. ഒരു കാര്യം പറയാം, യുദ്ധമാണ്, എന്തും സംഭവിക്കാം, പ്രവചനങ്ങൾ തെറ്റാം, ഇറാന്റെ നട്ടെല്ല് വരെ ഒടിച്ചിടാം. പക്ഷേ വീഡിയോയിലേക്ക് വിശദമായി പോകുന്നതിന് മുൻപ് എനിക്കോ ചാനലിനോ ഇസ്രായേൽ ഇറാൻ പക്ഷമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ബാലൻസിംഗ് പുലർത്തി വീഡിയോ ചെയ്യാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. യുദ്ധമുഖത്ത് അടിയും തിരിച്ചടിയും മാറി മറിയുന്നതിനനുസരിച്ചാണ് വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ അവിടെ പക്ഷം പിടിക്കാൻ പറ്റില്ല. എന്നെ പോലെ തന്നെ ചാനൽ രംഗത്ത് 15-20 വർഷം അനുഭവ സമ്പത്തുള്ള മാധ്യമ പ്രവർത്തകരാണ് എഡിറ്റോറിയൽ ടീമിലുള്ളത്. വിദേശ മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അവലോകനമാണ് ഞങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്. ഇനി ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം ഒട്ടും അയവില്ലാതെ തുടരുകയാണ്. ഇസ്രായേൽ US സംയുക്ത സൈനിക നീക്കത്തിൽ ഇറാനിൽ വൻതോതിൽ ആൾനാശവും കെട്ടിടനാശവും ഉണ്ടായിട്ടുമുണ്ട്. ഇറാനിൽ മരണസംഖ്യ 1300 കടന്നു. അവരുടെ പരമോന്നത നേതാവിനെ തന്നെ നഷ്ടപ്പെട്ടു. ഇറാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നാശനഷ്ടങ്ങൾ ഉണ്ടായി. വിക്ഷേപിച്ച പല മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ ചെറുത്തുനിൽപ്പിൽ പൊട്ടിത്തകരുമ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കരുത്തിനു മുന്നിൽ അമ്പരന്ന് നിൽക്കേണ്ട അവസ്ഥയും ഇറാനുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ വലിയ കുറവുണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും അമേരിക്ക തങ്ങളുടെ സൈനിക നടപടികൾ തീവ്രമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ 90%, ഡ്രോൺ ആക്രമണങ്ങളിൽ 83% കുറവുണ്ടായതായി US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറയുന്നു. പക്ഷേ തിരിച്ചടിക്ക് ഒട്ടും അയവ് വരുത്തില്ല എന്നാണ് ഇപ്പോഴും ഇറാന്റെ നിലപാട്. ഇസ്രായേലിനെ നേരിട്ട് തന്നെ ആക്രമിക്കുന്ന ഇറാൻ പക്ഷേ അമേരിക്കയോട് ഏറ്റുമുട്ടുന്നത് നേരിട്ടല്ല, ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ്. ഇവിടെയാണ് ഇറാൻ ഒരു പ്രധാന സമ്മർദ്ദ തന്ത്രം പയറ്റുന്നത്. അതായത് ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുന്നത് പശ്ചിമേഷ്യൻ ഗൾഫ് മേഖലയിലായിരിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനേയി യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അത് ശരിവെക്കുന്ന തരത്തിൽ ഖത്തറും കുവൈറ്റും ബഹ്റൈനും UAEയും സൗദിയും ഒമാനും അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു. അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ ഇവിടെയെല്ലാം നടത്തുന്നത്. ഇസ്രായേലിലാകട്ടെ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ പേരുകേട്ട മിസൈൽ ഇന്റർസെപ്റ്ററുകളെ പോലും കാഴ്ചക്കാരാക്കിയുള്ള ആക്രമണം. അതോടെ ഇസ്രായേലിന്റെ സൈനിക ശേഷി സംബന്ധിച്ച ഹൈപ്പ് വെറും പൊള്ളയാണ് എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി.
ഇനിയൊന്ന് ഹോർമുസ് കടലിടുക്കിന്റെ ഇറാന്റെ സൈനിക വിന്യാസമാണ്. ഹോർമുസ് കടലിടുക്ക് 2 ദിവസം മുൻപ് ഇറാൻ പാതി അടച്ചിരുന്നു. അതിന് പിന്നാലെ തങ്ങളുടെ ഒരു യുദ്ധക്കപ്പലും ഹോർമുസിൽ ഇറാന്റെ നങ്കൂരമിട്ടിരിക്കുന്നു. മറുവശത്ത് ഹിസ്ബുള്ളയുടെയും ഒരു കപ്പൽ നങ്കൂരമിട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള ഇറാന് വേണ്ടി ആയുധമെടുത്തവരാണ്. ഇസ്രായേലിൽ മിസൈൽ ആക്രമണവും നടത്തി. പകരമായി ഇസ്രായേൽ ലെബനിൽ കടുത്ത ആക്രമണം തുടരുന്നുമുണ്ട്. അതിനിടയിലാണ് ഹോർമുസ് കടലിടുക്ക് താണ്ടുന്ന കപ്പലുകളെ തകർക്കാൻ ഇറാന്റെ IRGS-ഉം ഹിസ്ബുള്ളയും രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഹോർമുസ് കടക്കുന്ന കപ്പലുകൾ കത്തിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. 30,000 മിസൈൽ കൈവശമുണ്ട് എന്നാണ് ഹിസ്ബുള്ളയുടെ വാദം. എന്തായാലും ഹോർമുസ് അടയ്ക്കുന്നത് ലോകത്ത് ഇന്ധന പ്രതിസന്ധി രൂക്ഷമാക്കും. ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കും എളുപ്പത്തിൽ എണ്ണ എത്തിക്കുന്ന കപ്പൽ പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഇത് അടച്ചിടുന്നതോടെ ലോകത്തിന്റെ തന്നെ എണ്ണ നീക്കം സ്തംഭിക്കും. എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ എണ്ണ കിട്ടാതെ വലയും. അതോടൊപ്പം എണ്ണ വിൽക്കുന്ന രാഷ്ട്രങ്ങൾ എണ്ണ നീക്കം നടത്താനാകാതെ പ്രതിസന്ധിയിലാകും. ഇത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഈ രാഷ്ട്രങ്ങൾ അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിലേക്ക് എത്തും. യുദ്ധം മൂലമാണ് തങ്ങളുടെ എണ്ണ വ്യാപാരം പ്രതിസന്ധിയിലായത് എന്നും അതിനാൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രങ്ങളായ ഗൾഫ് രാജ്യങ്ങൾ തന്നെ അമേരിക്കയോട് ആവശ്യപ്പെടും. ഇത് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞില്ല. ഇറാന്റെ ഗൾഫ് ആക്രമണം എന്തിനു വേണ്ടിയാണ്? അമേരിക്കയുടെ ഗൾഫ് സാന്നിധ്യം പാടെ ഇല്ലാതാക്കുക എന്നതാണ് അതിന്റെ പ്രാഥമിക ലക്ഷ്യം. ഗൾഫ് രാഷ്ട്രങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നതിലൂടെ ഗൾഫും യുദ്ധഭീതിയിലാകും. ഇതിന് കാരണം അമേരിക്കയാണ് എന്ന കാരണത്താൽ അമേരിക്കയോട് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് എതിർപ്പുണ്ടാകുക സ്വാഭാവികം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മേഖല സുരക്ഷിതമാക്കേണ്ടത് ഇവർക്ക് അത്യന്താപേക്ഷിതമാണ്. സ്വാഭാവികമായും അവർ അക്കാര്യം അമേരിക്കയോട് ആവശ്യപ്പെടും. അമേരിക്ക പ്രതിസന്ധിയിലാകും. ഇതാണ് ഇറാന്റെ മറ്റൊരു കണക്കുകൂട്ടൽ. അതോടൊപ്പം അമേരിക്കയുടെ സ്വന്തം മണ്ണിൽ യുദ്ധത്തിനെതിരായ വികാരം അലയടിക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധം എന്തിനാണ് എന്ന് അമേരിക്കൻ ജനതയ്ക്ക് പോലും അറിയില്ല. വലിയ ചിലവ് വരുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം അമേരിക്കൻ മണ്ണിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇറാനെ ആദ്യം ആക്രമിച്ചത് ഇസ്രായേൽ തന്നെയായിരുന്നു. ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾ കൂടി ആക്രമിച്ചതോടെ ഇറാൻ മുൻപ് സൂചന നൽകിയതുപോലെ അതൊരു പ്രാദേശിക യുദ്ധമായി മാറി. ചുരുക്കത്തിൽ ഇന്നത് 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, പ്രവിശ്യ യുദ്ധമായി മാറിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് അടിയറവ് പറയേണ്ടി വരുമെന്നതിന് മറ്റൊരു വാദം ഇറാന് ചൈന നൽകുന്ന പിന്തുണയാണ്. നേരിട്ട് യുദ്ധത്തിൽ ചൈന പങ്കെടുക്കുന്നില്ല എങ്കിലും ഇറാന്റെ പരമാധികാരം ആക്രമിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് പകരം സാങ്കേതിക സഹായങ്ങൾ നൽകുകയാണ്. അതിന് ഉദാഹരണമാണ് HQ-9B എന്ന ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനം നൽകിയത്. അതിനപ്പുറം ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഇന്റർനെറ്റ് സേവനമായ ബെയ്ദുവിന്റെ ബെയ്ദു 3 ഇറാന് നൽകിയിട്ടുണ്ട് ചൈന. അത്യാധുനിക ചാരനാണ് ബെയ്ദു 3 എന്ന് വേണമെങ്കിൽ പറയാം. മിസൈലുകൾ മില്ലിമീറ്റർ പോലും തെറ്റാതെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ചൈനീസ് സാങ്കേതിക വിദ്യയാണ് ബെയ്ദു 3. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബെയ്ദു 3ക്ക്. അത് ശത്രു വിമാനങ്ങളുടെ ശബ്ദ സന്ദേശം ഇന്റർസെപ്റ്റ് ചെയ്ത് അവ ഡീകോഡ് ചെയ്യാനും ശബ്ദ സന്ദേശത്തിൽ കൃത്രിമത്വം വരുത്താനുമുള്ള കഴിവാണ്. കുവൈറ്റ് അബദ്ധത്തിൽ അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടതുപോലും ബെയ്ദുവിന്റെ പ്രവർത്തന ഫലമാണ്. സാധാരണ മറ്റൊരു രാജ്യത്തിന്റെ വ്യോമപാതയിലൂടെ പറക്കുന്ന യുദ്ധവിമാനങ്ങൾ താഴെ അതാത് രാജ്യങ്ങൾക്ക് ഞങ്ങൾ ശത്രുക്കളല്ല എന്ന സന്ദേശം നൽകും. ഇറാൻ ലക്ഷ്യമാക്കി പറന്ന ആ F-15 വിമാനങ്ങൾ കുവൈറ്റിന് നൽകിയ സന്ദേശം ബെയ്ദ് പിടിച്ചെടുക്കുകയും അത് ഡീകോഡ് ചെയ്ത് ഞങ്ങൾ ശത്രുക്കളാണ് എന്ന തരത്തിൽ സന്ദേശം മാറ്റി അയക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണ് കുവൈറ്റ് ആളുമാറി അമേരിക്കൻ വിമാനം അടിച്ചിട്ടത്. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്. ചൈന ഇത്രയൊക്കെ ഇറാനെ സഹായിച്ചിട്ടും ഖമനിയെ വധിക്കാൻ നടത്തിയ മൊസാദിന്റെയും CIA-യുടെയും ഓപ്പറേഷൻ അവസാന നിമിഷത്തിൽ പോലും ചൈനയുടെ സാങ്കേതിക വിദ്യകൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ്. ചൈനയുടെ സാങ്കേതിക വിദ്യകൾ ഇറാന് ഗുണകരമായില്ല എന്ന മറ്റൊരു വീഡിയോ നേരത്തെ ചെയ്തതിനാൽ വീണ്ടും ആ വിഷയം ഇവിടെ കൂടുതൽ പറയുന്നില്ല. യുദ്ധം എളുപ്പത്തിൽ തീരുമെന്ന സങ്കല്പത്തിലാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആദ്യം അടിച്ചത്. പക്ഷേ പാളിപ്പോയത് അവരുടെ ആദ്യത്തെ തന്ത്രം തന്നെയായിരുന്നു. അലി ഖമനി എന്ന സുപ്രീം ലീഡറെ വീഴ്ത്തിയാൽ ഇറാൻ തളരുമെന്ന് കരുതി. ആ തീരുമാനം തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായതും. ഖമനിയെ വീഴ്ത്തിയാൽ ഇറാനിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാമെന്ന് അവർ കണക്കുകൂട്ടി. സ്വതവേ പോരടിക്കുന്ന ഷിയാക്കളും സുന്നികളും കൂടുതൽ പോരടിച്ച് ആഭ്യന്തര കലാപത്തിലൂടെ ഇറാനെ തോൽപ്പിക്കാമെന്ന് കരുതി. പക്ഷേ തങ്ങൾ ആരാധനായി കണ്ടിരുന്ന ഖമനിയെ വധിച്ചതോടെ ഇറാനിൽ പൊടുന്നനെ രൂപപ്പെട്ടത് ഒരു ദേശീയ വികാരമായിരുന്നു. പോരടിച്ചിരുന്ന ഷിയാക്കളും സുന്നികളും ഒന്നിച്ച് തെരുവിലിറങ്ങിയത് തങ്ങളുടെ നേതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിട്ടായിരുന്നു. കുറച്ചാളുകൾ പലയിടത്തും ഖമനി കൊല്ലപ്പെട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇനി ചർച്ചയില്ല.
റെഡ് ലൈൻ ക്രോസ് ചെയ്തു എന്നും ഇനി വരുന്നത് അനുഭവിക്കുക എന്നുമാണ് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പ്. ഇസ്രായേൽ ആകട്ടെ അമേരിക്കയ്ക്ക് ബാധ്യതയുമായിരിക്കുന്നു. അവർ അമേരിക്കയെ മുന്നിൽ നിർത്തി തങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് ഒളിയുദ്ധം നടത്തുകയാണ്. അതിനിടെ പ്രെഡിക്റ്റീവ് ഹിസ്റ്ററി എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ ചൈനീസ് ചരിത്രകാരൻ നടത്തിയ ഒരു പ്രവചനമാണ് ഇറാന് മുന്നിൽ അമേരിക്ക മുട്ടുമടക്കുമെന്നത്. ചുമ്മാ തള്ളുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ തള്ളിക്കളയാനാണ് എങ്കിൽ പ്രൊഫസർ ജിയാങ് ഷൂക്ക് തന്റെ ഇതേ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ മറ്റ് 2 പ്രവചനങ്ങൾ എന്താണ് എന്നുകൂടി നോക്കണം. ഡൊണാൾഡ് ട്രംപ് 2024 അധികാരത്തിൽ തിരിച്ചു വരും എന്നതാണ് ആദ്യത്തേത്. അധികാരം ഉറച്ചു കഴിഞ്ഞാൽ ഇറാനെ ട്രംപ് ആക്രമിക്കും എന്നതാണ് രണ്ടാമത്തേത്. അതിന് തുടർച്ചയായാണ് ആ യുദ്ധത്തിൽ അമേരിക്ക തോൽക്കും എന്ന പ്രവചനവും. ഗണിതശാസ്ത്രത്തിലെ ഗെയിം തിയറിയും ചരിത്രവും ഭൗമരാഷ്ട്രീയവും വേണ്ട അളവിൽ ചേർത്താണ് പ്രഡിക്റ്റീവ് വീഡിയോകൾ ജിയാങ് തയ്യാറാക്കുന്നത്. ആ അർത്ഥത്തിൽ ജിയാങ്ങിന്റെ പ്രവചനങ്ങൾക്ക് അല്പം ആധികാരികത കൈവരുന്നുമുണ്ട്. 20 വർഷത്തിൽ അധികമായി അമേരിക്കയെ നേരിടാൻ, ആ യുദ്ധത്തെ അന്ത്യയുദ്ധമായി തന്നെ കാണാൻ എല്ലാ രീതിയിലും ഒരുങ്ങിയ ഒരു ജനതയും നേതൃത്വവുമാണ് ഇറാനിലേത് എന്ന് ജിയാങ് പറയുന്നു. ഖമനിയുടെ രക്തസാക്ഷിത്വം അവരുടെ ലക്ഷ്യത്തെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ജിയാങ്ങിന്റെ പക്ഷം. കഴിഞ്ഞ ജൂണിലെ 12 ദിന യുദ്ധത്തിൽ ഇറാനെ അമേരിക്ക പഠിച്ചതുപോലെ അമേരിക്കയെ ഇറാനും പഠിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാതെ മേഖലയിൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനാകില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഗൾഫ് മേഖലയിൽ തന്നെ ഇറാൻ ആക്രമണം നടത്തുന്നത്. അവയുടെ സാമ്പത്തിക കേന്ദ്രങ്ങളായ എണ്ണ ശുദ്ധീകരണശാലയും തുറമുഖവും ഒക്കെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ആക്രമിക്കുകയാണ് ഇറാൻ. ഈ ഘട്ടം കൊണ്ട് തീർപ്പുണ്ടായില്ലെങ്കിൽ ഇറാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് GCC രാജ്യങ്ങളുടെ കടൽ വെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ ആക്രമിക്കുകയായിരിക്കുമെന്നാണ് ജിയാങ്ങിന്റെ കണ്ടുപിടുത്തം. 60% ജല ആവശ്യങ്ങളും ശുദ്ധീകരിച്ച കടൽ വെള്ളം കൊണ്ട് നിറവേറ്റുന്ന രാജ്യങ്ങളാണ് UAE മുതൽ ഖത്തർ വരെ. വെള്ളം കിട്ടാതായാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകും. അത് അമേരിക്കയോടും ട്രംപിനോടുമുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കുമെന്നും ഇറാൻ കണക്ക് കൂട്ടുന്നുമുണ്ടാകണം. മറ്റൊന്ന് ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഖരമാണ്. അത്ര പെട്ടെന്ന് തീരാൻ സാധ്യതയില്ലാത്തതാണ് ഇത്. മാത്രമല്ല ഇറാന്റെ ആയുധങ്ങളെ നേരിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സങ്കീർണമായ ഇന്റർസെപ്റ്റർ ശേഖരം പെട്ടെന്ന് തീരുകയും പുതിയ സപ്ലൈ എത്താൻ വൈകുകയും ചെയ്യും. എന്നാൽ ഇറാൻ തദ്ദേശീയമായി തന്നെ ലളിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിച്ച് സേനയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖമനിയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമനിയെ തെരഞ്ഞെടുത്തതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഔദ്യോഗിക പ്രഖ്യാപനമല്ല, അത് പിന്നീടാണ് ഉണ്ടാവുക. പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനായാണ് മുജ്തബയെ ഇസ്രായേലി മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ആയത്തുള്ള അലി ഖമനയുടെ 6 മക്കളിൽ രണ്ടാമനാണ് മുജ്തബ ഖമേനി. 17-ാം വയസ്സിൽ ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൽ ചേർന്ന മുജ്തബ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. IRGCയുടെ ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായിരുന്നു മുജ്തബ. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഈ ബറ്റാലിയനിലെ അംഗങ്ങളാണ് പിന്നീട് ഇറാന്റെ സുപ്രധാന സുരക്ഷാ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളത്. അപ്പോൾ പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനായി മുജ്തബയെ ഇസ്രായേലി മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ മൂർഖൻ പോയപ്പോൾ കരിമൂർഖനാണ് വന്നത് എന്ന എന്റെ സുഹൃത്തും നമ്മുടെ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന ഡോക്ടർ P. അനിൽകുമാറിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.